ഞാൻ കൊണ്ട് അവിയല് വഴുവറ്റി കിടക്കും. കൺഫ്യൂഷൻ എന്താ പറയണം. എന്താ വെച്ചാ എല്ലാരും പോലെ ഇമോഷനുമാണ്, റെപ്റ്റൈലുമാണ്. കാര്യം വർക്ക് കഴിഞ്ഞു, ഓക്കെ ഇന്ന് വർക്ക് കഴിഞ്ഞു, ആ വർക്കിന്റെ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ആ പൈസ തീരാറുണ്ടെങ്കിലും അടുത്ത വർക്ക് തന്നെ ഈ പ്രാർത്ഥനയാണ്. എന്തെങ്കിലും വീട്ടിൽ വെറുതെ എങ്ങനെ പോവാ എന്നുള്ളതാണ്. പിന്നെ ഇമോഷൻ ആണ്, അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്, വലിച്ചു തീരുന്നില്ല. പക്ഷേ ഇവിടെ വന്നത് എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഞാനത് ഇക്കാരോട് പറഞ്ഞു, എന്റെ ഒരു അച്ഛന്റെ സ്ഥാനം അത് ഞാൻ അന്ന് സ്റ്റേജ് വെച്ച് തീരുമാനിച്ചാൽ പുഷ് ചെയ്ത് വിടാൻ ആരുമില്ല. അതിന്റെ ഒരു ഇതാ. അപ്പൊ ആ ഒരു പേടിയുണ്ട്, ദൈവമേ ഇത് ചെയ്ത മെയിൻലി കുറെ ദുരനുഭവങ്ങളുണ്ട്. കുറെ സ്ഥലത്തൊക്കെ കൊണ്ട് കാശ് ഇട്ടിട്ട് അതായിട്ട് നിലയില് പൊളിഞ്ഞു പോയി പറ്റിച്ച് തേച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ കുറെ ലക്ഷങ്ങൾ. അപ്പൊ ഓരോ കാര്യത്തിലും മുന്നിട്ട് വരുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഈ ഇവിടെ എന്താണെന്ന് അറിയില്ല, ഈ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്റ്റിമിസ്റ്റിക് പെസിമിസ്റ്റിക് മൈൻഡ് ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ആരും സമ്മതിക്കില്ല, പ്രത്യേകിച്ച് മലയാളികൾ. ഒന്ന് വലിച്ച് വേണം, ഇത് കൊണ്ട് തല വെച്ച പണി കിട്ടും, അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്ക് അന്നും ഉണ്ട്, ഇന്നുണ്ട്. പക്ഷെ ഈ സ്റ്റേജിന്റെ ഫ്രാങ്കായിട്ട് പറയാം, എനിക്ക് വയനാട്ടിൽ വന്ന് ഇക്കാരോട് സംസാരിക്കുമ്പോ ആ ഒരു ഉൾവലിവ് ഇച്ചിരി കുറവുണ്ട്. അപ്പൊ ഒന്നും കൂടെ പുഷ് ചെയ്തിട്ട് എത്തും. അതാണ്. അപ്പൊ ഈ രണ്ട് ഭാഷ എന്ന് പറയല, എന്റെ ഇതില് ആ ചൈൽഡ് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ അടക്കി ഒതുക്കായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞ് വളർത്തിയാണ്. പക്ഷെ എന്റെ വീട്ടുകാര് ഈ ഒരു കലയുടെ കാര്യത്തിൽ എന്നെ പുഷ് ചെയ്ത് വിട്ടുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ പൈസ ഉണ്ടാക്കാനായിട്ട് പുഷ് ചെയ്യുന്നത് വിചാരിക്കണം. തീർച്ചയായിട്ടും. അതെ, വേറെ കാര്യം പറയട്ടോ, അഞ്ജയുടെ കാര്യം 2 കോടി ലിസ്റ്റ് ഞങ്ങൾ നേടെ ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ അഞ്ജനയുടെ ബ്രദറായിട്ടുള്ള ഗണേശ്. ബ്രദറിന്റെ ഒരു ചിന്താഗതി എല്ലാ കാര്യത്തിലും പോസിറ്റീവ്, ഭയങ്കര പോസിറ്റീവ്. ഞാനും അതെ, എന്നെ ആരെങ്കിലും മോശം പറഞ്ഞാൽ പറയട്ടെ, അവർക്കതുകൊണ്ട് സന്തോഷം കിട്ടണമെങ്കിൽ ഞാനായിട്ട് തന്നെ എല്ലാം ഉണ്ടാക്കണം. ഞാൻ അങ്ങനത്തെ ചിന്താഗതിയാണ്. അല്ലെങ്കിൽ അതിനെ ഡെസ്പടിച്ച് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല എനിക്ക്. എന്റെ ബ്രദറിന് ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം ചേട്ടനും സെയിൽസ് ഫീൽഡാണ്. ഇവര് രാവിലെ ഈ ഗ്രൂപ്പില് മറ്റേ ടീം ലീഡേഴ്സ് ഇങ്ങനെ ഇത് ചെയ്യും, ചേട്ടൻ ഇത് പ്ലേ ചെയ്തിട്ടാ പോണം. ഞാൻ ദൈവം ഈ പണ്ടാക്കാരൻ എന്റെ കയ്യിൽ കിട്ടി ഞാൻ തല്ലിക്കൊണ്ടു അമ്മാതിരിയാണ്. കാര്യം ഇപ്പോ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും, ഇപ്പോ ഹോം അപ്ലയൻസസ് ഒക്കെ ആണെങ്കിലും ഡെയിലി ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും ഒന്നും അല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഒച്ചപ്പാടുണ്ടാക്കണം, അവര് വളരെ റഫായിട്ടാണ് സംസാരിക്കണം. എല്ലാവരോടും, ഞാൻ പറഞ്ഞ ബ്രദറിനോടല്ല എല്ലാ സ്റ്റാഫുകളോടും. അവര് ഇത് പറയുമ്പോൾ ഞാൻ പറയും, ദൈവമേ ഒരു 5-6 ഫ്രിഡ്ജൊക്കെ ഒരു ദിവസം വിറ്റിട്ട് ഇവനിവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇരിക്കുകയാണെങ്കിലും പറഞ്ഞില്ലേ കമ്മീഷൻ, എല്ലാവരും പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിന്റെ കമ്മീഷൻ ആണ് ആദ്യം ചിന്തിക്കുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ഇക്ക. കാര്യം ഇക്ക പറഞ്ഞൊരു കാര്യം, അപ്പുറത്തെ ഒരു പോയിന്റ് ഇല്ലേ, അത് വാങ്ങിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർക്ക് അവർക്ക് അതിൽ നിന്ന് എന്താണ് ഗുണം കിട്ടുക, അവർക്കത് നല്ലത് കിട്ടിയ ആ ബ്ലെസ്സിങ്സ് മതി നമുക്കൊരു ഗ്രോത്തിന്, അല്ലേ? അപ്പൊ എന്റെ ബ്രദറിനാണെങ്കിലും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും ബ്രദറിന്റെ കാര്യം പെങ്ങളുടെ കാര്യം ആരുടെ ഒരു പുതിയ ഇന്ന് എനിക്ക് ഫാമി ഫാമിലിന്റെ യെസ്, എനിക്ക് ഇന്ന് മനസ്സിലായത് ആരായിരുന്നു എന്നെ നിയന്ത്രിച്ചിരുന്നത്, അല്ലെ? ഇത്രയും നാള് എന്നെ നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ഇന്നത്തെ മനസ്സിലായി അല്ലെ? ആരാണ് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്? ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 6 വർഷമായി. ഞാനിവിടെ വന്നിരുന്നപ്പോ ഇതിലായിരുന്നു, ഈ ഒരു ആദ്യത്തെ സ്റ്റേജിലായിരുന്നു. അത് സാറിന്റെ കോച്ചിങ് ഞാനൊരു 3 വർഷം ഇരുന്ന് കോച്ചിങ് നടത്തി സാറ് പറയുന്നതെല്ലാം ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല. അപ്പൊ മലയാളത്തിൽ എഴുതി ഞാൻ പഠിച്ച് ഞാൻ രണ്ടാമത്തെ സ്റ്റേജിലെത്തിയിട്ട് സാറിനെ വലിച്ച് കടത്തി മൂന്നാമത്തെ സ്റ്റേജിലെത്തിയപ്പോ ഇപ്പൊ എനിക്ക്
ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ അഞ്ജന മേഡം പറഞ്ഞ പോലെ തന്നെ ഒരു 10 കുടുംബത്തിനെ ഞാനിവിടെ കൊണ്ടുവന്നാലും ആ 10 കുടുംബത്തിന് ഞാനൊരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയോ എനിക്ക് കൊടുത്താലൊന്നും ആവില്ല. പക്ഷെ അവരുടെ കുടുംബത്തില് ജീവിതകാലം മുഴുവനും കഴിയാനുള്ള ഒരു സമ്പത്താണ് ഞാൻ ഇവിടെ നിന്ന് അവർക്ക് കൊടുക്കണത്. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഈ ലോജിക് ബ്രെയിനിൽ എത്താനായിട്ട് ഈ കോച്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. താങ്ക് യു സർ. ഓക്കെ